காதல் வந்து இரு கண் விழி பிதுங்கி நின்றே என்னவளே அடி என்னவளே எந்த இதயத்தை தொலை. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആസ് യു ഓൾ നോ ആറ്റുകാൽ പൊങ്കാലയുടെ വ്ലോഗാണ്. ഫസ്റ്റ് ഞാനത് എടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ ആലോചിച്ചു ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് തന്നെ കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ചു ഇടണോ വേണ്ടേ എന്ന് വിചാരിച്ചു. ദെൻ ഐ തോട്ട് ലൈക്ക് ഓക്കെ, ഇതാണ് ഞാൻ ഫസ്റ്റ് ടൈം പൊങ്കാല ഇടുന്നത്. ഞാൻ എല്ലാ വർഷവും അമ്മമ്മയുടെ കൂടെ പോകും, പക്ഷേ കുറേ വർഷമായിട്ട് പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ പോണേ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കുളിച്ചിട്ട് ഹെയറൊക്കെ ഡ്രൈ ചെയ്ത് കെട്ടി വെച്ചതിന് ശേഷം സ്കിൻ കെയർ ചെയ്യാണ്. കുറച്ച് കാര്യമായിട്ട് ഒരുങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് സാരിയൊക്കെ കൊടുത്ത്. ഇപ്പോൾ ഇതൊരു മോർണിംഗ് ഒരു 3:30 ആ ഒരു സമയം, 3-3:30 ആ സമയമാണ്. ഇത് ഓൾമോസ്റ്റ് 4 മണിയായി തോന്നുന്നു. ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നപ്പോൾ 4-4:15 3-3:30 എണീറ്റതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ മുഖം ഇങ്ങനെ പഫ്നെസ് ആയിട്ടിരിക്കുമല്ലോ നമ്മൾ എണീക്കുമ്പോൾ. അപ്പം എൻ്റെ മുഖമാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ പഫി ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സംഭവം വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് റെഡിയാക്കാണ്. പിന്നെ ഒന്നാമത്തെ കാര്യമേ രാവിലെ സൺലൈറ്റ് ഇല്ല, ഇരുട്ടത്താണല്ലോ, 4-4:30 സമയമല്ലേ. അതിൻ്റെ കൂടെ ഞാൻ റൂമിലിരിക്കുന്ന അവിടുത്തെ ആ ട്യൂബ് ലൈറ്റ് പോയി. അപ്പം എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ഇല്ല വീഡിയോ ഷൂട്ട് ചെയ്യാൻ. പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്യാനും പറ്റില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വേറെ ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. പക്ഷേ വേണ്ട, ഞാൻ വേറെ പൊസിഷൻ മാറ്റിയിട്ടാണ്. പക്ഷേ ഇപ്പം ഞാനവിടെ മിറർ വയ്ക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം എന്നെ നന്നായിട്ട് കാണാം. പിന്നെ ഞാൻ അപ്പുറത്തെ റൂമിൽ പോയിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ നോക്കും ഓവറായി പോയി എവിടെയെങ്കിലും. ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്തിട്ടില്ല, പക്ഷേ എന്നാലും അത് നോക്കിയാണ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല റൂം ഫുൾ മെസ്സാണ്. നമ്മൾ തലേന്നാണ് എല്ലാം റെഡിയാക്കണത്. ഈ കുടം വാങ്ങാൻ പോണതും കമ്മൽ നോക്കിയപ്പോൾ കമ്മലില്ല. പിന്നെ കമ്മൽ വാങ്ങാൻ പോകുന്നു, അതാണ് ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ച കമ്മൽ. ഞാനത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് വാങ്ങാൻ പോകുന്നു, പൂ വാങ്ങാൻ പോകുന്നു, അങ്ങനെ കുറേ ഓട്ടമായിരുന്നു. അപ്പോൾ എല്ലാവരും തകർത്ത് റെഡി. അമ്മ കുളിച്ചിട്ട് വന്നിട്ട് മുടി ഡ്രൈ ചെയ്യുവാണ്. ഞാനപ്പോൾ പോയി മുടി ഇങ്ങനെ കെട്ടിയിട്ട് ബാക്കിൽ ബൺ പോലെ കെട്ടിയതിന് ശേഷം ഫുൾ പൂ വയ്ക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാൻ കുറച്ച് കൺസീലർ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാരി നമ്മൾ ഓൾറെഡി പ്ലേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പെട്ടെന്നൊരു ഹാഫ് ആൻ അവറിലൊക്കെ നമ്മൾ ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് റെഡിയായി. ഞാൻ വിചാരിച്ചത് അത്രയും ലേറ്റായൊന്നുമില്ല. നമ്മളൊരു 5 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. കാരണം അല്ലെങ്കിൽ ഭയങ്കര റോഡ് ബ്ലോക്കായിരിക്കും. ഇവിടെ നമുക്ക് ടെമ്പിളിൽ പോകാൻ അധികം ദൂരമല്ല, പക്ഷെ നമ്മൾ അമ്പലത്തിലല്ല ഇടുന്നത്. അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ഒരു റെസിഡൻസ് ഉണ്ട്, അവിടെയാണ് ഇടുന്നത്. അവിടെ വന്ന് നമുക്ക് അവിടുന്ന് അമ്പലത്തിൽ നിന്ന് പൂജാരി വന്ന് നമുക്ക് നെയ്തിക്കുകയോ തളിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലത്തിൻ്റെ. അവിടെ പോയിട്ടാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അമ്മയുടെ സാരി അമ്മ പ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ എൻ്റെതാണ് പ്ലേറ്റ് ചെയ്ത് നമ്മൾ കാര്യമായിട്ട് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഓയിലി സ്കിന്നിൻ്റെ മേക്കപ്പ് ടെക്നിക്സൊക്കെ നോക്കി പഠിച്ചിട്ട് അതേപോലെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. കാരണം അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് കൺസീലറും സ്കിൻ കെയർ മാത്രമേ ബേസിൽ ചെയ്തിട്ടുള്ളൂ. കാരണം ഞാനങ്ങനെ ഫൗണ്ടേഷൻ അങ്ങനെയൊന്നും, ഒന്നാമതേ നമ്മൾ പുകയിലും ചൂടിലാണ് നിൽക്കാൻ വേണ്ടി പോണത്. ബട്ട് അന്ന് പൊങ്കാലിട്ട സമയത്ത് അത്ര അങ്ങോട്ട് എനിക്ക് എല്ലാ വട്ടം പോലെ അങ്ങനെ വെയിലും ചൂടും ആയിട്ട് ഫീൽ ചെയ്തില്ല. അറിയില്ല എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പം കുറേ ദിവസമായി സംഭവം. ഇപ്പം ഓൾമോസ്റ്റ് മാർച്ച് 13 ഇപ്പം ഈ ഒരു വീഡിയോ വരുമ്പോൾ മാർച്ച് ഒരു 16th ഒക്കെ 17th ഒക്കെ ആവുമായിരിക്കും. അത് കഴിഞ്ഞ് മസ്കാര മേക്കപ്പ് ചെയ്യുന്ന തന്നെയാണ് ഞാൻ മെയിനായിട്ട് ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ മേക്കപ്പ് തന്നെ എനിക്ക് ഫുൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ലാസ്റ്റ് നമ്മൾ ലേറ്റ് ആവുമെന്നുള്ളതുകൊണ്ട് ഫുൾ ഓടി. ഈ വള ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വള വാങ്ങിക്കാൻ പോയിന്ന്. അപ്പോൾ പച്ച കളറാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിങ്കിന് കോൺട്രാസ്റ്റ് ആയിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ അതങ്ങനെ പിങ്കായിട്ട് ഫോട്ടോസിലും വീഡിയോസിലും കാണിക്കില്ല. പക്ഷെ ഇൻ റിയൽ ഇത് കുറച്ചുകൂടി ഒരു പിങ്കാണ്. അപ്പോൾ ലിപ് ലൈനർ ഇട്ടു, ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഞാൻ ബാക്കിയൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ലിപ്സ്റ്റിക്കും പൊട്ടും ഒന്നും വയ്ക്കുന്നത്. എൻ്റെ ഫൈനൽ ലുക്ക് ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നോക്കിയാൽ മതി. ആൻഡ് ഇതാണ് ഇരുട്ടത്താണ്, 5 മണി ആ സമയം ആയതുകൊണ്ട് ലൈറ്റ് ഇല്ല. അപ്പം അതാണ്. പിന്നെയാണ് കുറച്ച് വെട്ടം വന്നിട്ട് എനിക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കുഞ്ഞുകാലത്തിലാണ് ഇട്ടത്. കാരണം നമ്മൾ 3 വയ്ക്കുന്നുണ്ട്. ഒരു വീട്ടിൽ നിന്ന് നമുക്ക് 3, 1, 2 അങ്ങനെ വയ്ക്കാൻ പറ്റില്ല. 1, 3 അങ്ങനെ ഓഡ് നമ്പേഴ്സിൻ്റെ ഇതിലല്ലേ വെക്കാൻ പറ്റും. അപ്പം ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ശർക്കര ഇഷ്ടമല്ല, എനിക്ക് ശർക്കര പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പാലിൻ്റെ ഇതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ശർക്കര ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തെരളിയപ്പം, അങ്ങനെ 3 ഐറ്റം ആണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ നിന്ന് തീ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തീ കത്തിച്ചിട്ട് നമ്മളിങ്ങനെ വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ടു. സോ 10 വീഡിയോ എനിക്ക് കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.